പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച കേന്ദ്രത്തിലെ റിസർവ് റൂം തുറന്നതിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് വീഴ്ചയെന്ന് വിലയിരുത്തൽ. രേഖകളുടെ പകർപ്പെടുക്കാൻ വരണാധികാരി മറന്നത് കാരണമാണ് റൂം തുറക്കേണ്ടി വന്നത്. ഡെപ്യൂട്ടി കലക്ടർ വരണാധികാരിയുടെ വിശദീകരണം തേടി. എൻകോ സോഫ്റ്റ്വെയർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സ്ഥാനാർത്ഥികളെ അറിയിച്ചാണ് റൂം തുറന്നതെന്ന് പേരാമ്പ്ര വരണാധികാരി വിനോദ് വിശദീകരിച്ചു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയാണ് നടന്നത് എന്നും പേരാമ്പ്ര വരണാധികാരിയെ മാറ്റണമെന്നും UDF നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇത്ര സീരിയസ് ആയിട്ടുള്ള ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ സ്ഥാനാർത്ഥി ലാഘവമായി സ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ കയറി ഇറങ്ങണം. ഇതെന്തൊരു ഏർപ്പാടാണ്? വെള്ളരിക്കപ്പെട്ടണോ? എന്ത് ഏർപ്പാടാണ് ഇത്? അവിടെ നിർബന്ധമായും ഇന്ന് തന്നെ ഞങ്ങൾ ജില്ലാ കളക്ടറെ കാണുന്നു, ഇലക്ഷൻ കമ്മീഷനായി ബന്ധപ്പെടും. ഇത് ഗുരുതരമായ പ്രശ്നമാണ്. ഈ ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ ആരാണ്? അവിടെ നിർബന്ധമായി ആക്ഷൻ എടുത്തേ പറ്റൂ. ഇലക്ഷൻ ചരിത്രത്തിൽ ആദ്യമായി ഇത് എത്രയോ തവണ മറ്റു ജയിച്ച ആളാണ് രാഘവണ്ടിരിക്കുന്നുണ്ട്. ഒരു തവണ പോലും ഇതിന്റെ ഏരിയയിൽ മെറ്റീരിയൽ റൂം വെച്ചിട്ടില്ല, മെറ്റീരിയൽ റൂം തുറന്നിട്ടില്ല. മാത്രമല്ല, പോളിംഗ് കഴിഞ്ഞ് സ്ട്രോങ് റൂമിൽ ബാലറ്റ് പെട്ടി വെച്ച് എല്ലാ ഏജന്റുമാരും ഒപ്പിട്ടതിന് ശേഷം എന്ത് വെരിഫിക്കേഷൻ? അപ്പം 9 മണിയാകുമ്പോൾ ഞങ്ങൾ ഓപ്പൺ ചെയ്യും, അപ്പോഴേക്ക് എത്തണം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ നിങ്ങൾ തുറക്കാൻ പറ്റില്ല, പ്രോപ്പർ നോട്ടീസ് ഇല്ലാതെ തുറക്കാൻ പറ്റില്ല എന്നുള്ളത് തീർത്ത് പറഞ്ഞു. ഓൾറെഡി ഇതൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി തുറന്നാൽ മതി എന്നുള്ള സമയത്താണ് ഓടി വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. പുറത്ത് നിന്ന് ഞാൻ ഉള്ളിലേക്ക് ആസ് എ കാൻഡിഡേറ്റ് എനിക്ക് പോകണം എന്ന് പറഞ്ഞ സമയത്ത് എന്നോട് പറ്റില്ല എന്ന് പറഞ്ഞു. വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുകയാണ്. അസ്ലം, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായതെന്ന് UDF ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. റിട്ടേണിംഗ് ഓഫീസറുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തൽ കൂടി വരികയാണ്. ഉടനൊരു നടപടിക്ക് സാധ്യതയുണ്ടോ? സ്ട്രോങ് റൂം വോട്ടിംഗ് പോസ്റ്റൽ മാത്രമല്ല, വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂം തുറന്നു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വരുന്ന പരാതി. മാത്രമല്ല, ഈ പോളിംഗ് സ്ഥാനാർത്ഥികളുടെയോ പോളിംഗ് ഏജന്റുകളുടെയോ അനുമതി ഇല്ലാതെയാണ് തുടർന്നതെന്നുള്ളതായിരുന്നു ആദ്യം ഉയർന്ന പരാതി. അതിൽ നിന്ന് നേതാക്കൾ തന്നെ പിന്മാറിയിരുന്നു. കാരണം ഉദ്യോഗസ്ഥർ വിശദീകരിച്ച പ്രകാരം സ്ട്രോങ് റൂം അല്ല, ബാലറ്റ് പെട്ടികളോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളോ പോസ്റ്റൽ ബാലറ്റോ ഒന്നും സൂക്ഷിച്ച സ്ഥലമല്ല. അതേസമയം തന്നെ അതിന്റെ അനുബന്ധ സാമഗ്രികൾ സൂക്ഷിച്ച റൂമാണ് തുറന്നത്. അത് പേരാമ്പ്രയിലെ സാമഗ്രികളുമായി ബന്ധപ്പെട്ട് റിട്ടേണിംഗ് ഓഫീസർക്ക് ചില പകർപ്പെടുക്കാൻ വേണ്ടി തുറന്നുകൊണ്ടാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആ പകർപ്പ് എടുക്കാൻ മറന്നുകൊണ്ടാണ് തുറക്കേണ്ടി വന്നത്. അതേസമയം തന്നെ തുറക്കുമ്പോൾ പാലിക്കേണ്ട പ്രോട്ടോക്കോളുകൾ ഈ സ്ഥാനാർത്ഥികളെ അറിയിക്കുക, റിട്ടേണിംഗ് ഓഫീസറെ അറിയിക്കാവുന്ന കാര്യങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നും അവർ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും പേരാമ്പ്ര റിട്ടേണിംഗ് ഓഫീസറോട് വിശദീകരണം ഡെപ്യൂട്ടി കളക്ടർ ഇലക്ഷന്റെ ചുമതല ഡെപ്യൂട്ടി കളക്ടർ തേടിയിട്ടുണ്ട്. അതിനനുസരിച്ച് മറ്റു നടപടിയിലേക്ക് പോകുക. അതേസമയം തന്നെ UDF രാഷ്ട്രീയമായി തന്നെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം നടന്നത്. കാരണം സ്ട്രോങ് റൂം മാത്രമല്ല, അതിനോടനുബന്ധ റൂമെല്ലാം തന്നെ ഈ സെക്യൂരിറ്റി ഏരിയയിലാണ്. അവിടെ ഇടയ്ക്ക് പോയി കാര്യങ്ങൾ തുറക്കുകയോ എടുക്കുകയോ ചെയ്യുക എന്നുള്ളത് ഒരു ഇതുവരെയുള്ള രീതിയല്ല. ഇതുവരെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ അനുബന്ധ സാമഗ്രികളാണെങ്കിൽ തന്നെ വെക്കേണ്ടത് ആ സമയത്ത് തന്നെ വെക്കുകയും എടുക്കേണ്ടുണ്ടെങ്കിൽ ആ സമയത്ത് എടുക്കുകയും ചെയ്യണമായിരുന്നു. പിന്നീട് തുടക്കുന്ന സ്വാഭാവികമായിട്ടും സംശയത്തിന് ഇടവെക്കുന്നു. മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായിട്ടെന്ന് അവർ ആരോപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പേരാമ്പ്രയിലെ റിട്ടേണിംഗ് ഓഫീസർ അദ്ദേഹത്തിനാണ് ഈ കാര്യത്തിൽ വീഴ്ച സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാറ്റണമെന്ന ആവശ്യം കൂടെ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യം ഉന്നയിച്ചാൽ അവർ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ പറയുന്നത് തുറക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന കാര്യം പറയുന്നു. അത് റൂമാണെന്നും പറയുന്നു. അതേസമയം തന്നെ തുറക്കുന്നതിന് പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് അടിസ്ഥാനപരമായ വീഴ്ചയുണ്ടായി വരില്ല. അതേസമയം തന്നെ ഒരു കാര്യം മറന്നുപോയതുകൊണ്ട് തുറക്കേണ്ടി വന്നുള്ളൊരു വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ട്. അത് പക്ഷേ ഗുരുതരമായ പ്രശ്നമായി മാറില്ല എന്നാണ് പറയുന്നത്. എന്തായാലും റിട്ടേണിംഗ് ഓഫീസറെ മാറ്റണമെന്ന പരാതി കളക്ടർ സ്വീകരിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും, അദ്ദേഹത്തിന്റെ റിപ്പോർട്ടോട് പരിഗണിച്ച് എന്ത് നടപടി സ്വീകരിക്കുമെന്നത് മാത്രമാണ് അറിയേണ്ടത്. എന്തായാലും ഉച്ചയ്ക്കാണ് വിവാദം ഉയർന്നു വരുന്നത്. മീഡിയയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. വലിയ വിവാദങ്ങളുണ്ടായി. അവസാനം ഈ ഒരു റിപ്പോർട്ടറുടെ പേരാമ്പ്രയുടെ റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണം തേടുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിലവിൽ എത്തി നിൽക്കുന്നത്.